നടൻ ഉണ്ണി മുകുന്ദൻ മാനേജറെ മർദ്ദിച്ചുവെന്ന കേസിൽ ഇരുവരും താരസംഘടനയായ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും മുന്നിൽ ഹാജരായി. ഇരുവരോടും ഹാജരാകാൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചത്? വിവരങ്ങൾ നൽകുന്നു വിജിത കെ പി. വിജിത, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു മുൻ മാനേജറെ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചെന്ന കേസിൽ ഇപ്പോൾ രണ്ടുപേരും താരസംഘടനയായ അമ്മയ്ക്കും അതോടൊപ്പം തന്നെ ഫെഫ്കയ്ക്കും മുന്നിൽ ഹാജരായിട്ടുണ്ട്. വിശദീകരണം നൽകാനായി എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇവരോട് വിശദീകരണം നൽകണം എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ഒരു തർക്കമെല്ലാം തുടരുന്ന സാഹചര്യത്തിൽ ഉണ്ണിമുകുന്ദൻ കൃത്യമായി ഒരു പത്രസമ്മേളനം നടത്തുകയും തന്റെ ഭാഗം എന്താണ് എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ വിപിൻ കുമാറും ഈ ഒരു കേസിൽ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. എന്തായാലും അമ്മയിലെ മെമ്പറാണ് ഉണ്ണി മുകുന്ദൻ, അതോടൊപ്പം തന്നെ ചെസ്കയിലെ മെമ്പറാണ് ഈ പറയുന്ന വിപിൻ കുമാർ. രണ്ട് സംഘടനകളും അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ ഓഫീസിൽ ഈ ഒരു ചെസ്കയുടെ ഭാരവാഹികൾ എത്തി രണ്ട് സംഘടനകളും ഒപ്പം ഇരുന്ന് രണ്ടുപേരുടെയും ഭാഗം കേൾക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും രണ്ടുപേരുടെയും ഭാഗം കേട്ടതിന് ശേഷം കൃത്യമായിട്ട് ഈ നടപടിയിലേക്കെല്ലാം പോകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഹാജരായി രണ്ടുപേരുടെയും വാദം കേൾക്കാനുള്ള തയ്യാറെടുപ്പുകളിലൊക്കെയാണ്. ഇപ്പോൾ രണ്ട് സംഘടനകളും അവിടെ എത്തിയിട്ടുണ്ട്. ചർച്ച അവിടെ തുടരുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വൈകാതെ തന്നെ എന്തായിരിക്കും കൂടുതൽ നടപടി, ഈ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവർ പരസ്പരം സംസാരിച്ച് ഭാഗങ്ങൾ കേട്ടതിന് ശേഷം കൃത്യമായ ഒരു നടപടിയിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി.